അങ്കമാലി നാടകനിലയത്തിൻ്റെ അമരക്കാരനും മികച്ച സംഘാടകനും നടനുമായ ഔസേപ്പച്ചൻ അരങ്ങൊഴിഞ്ഞിട്ട് ഈ 2025 ഏപ്രിൽ 19 30 വർഷങ്ങൾ പിന്നിടുകയാണ്. 1995 ഏപ്രിൽ 19 അദ്ദേഹം അന്തരിച്ചത്. നാടിനകത്തും പുറത്തുമുള്ള നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവയിൽ ചിലത് ഇതാ. 1995 ശ്രീ ഔസേപ്പച്ചൻ നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ പ്രൊഫഷണൽ നാടകവേദിയിലെ പ്രധാനപ്പെട്ട ഒരു നടനും പ്രമുഖനായ ഒരു നാടക സംഘാടകനും എന്ന നിലയിൽ തൻ്റെ മേൽവിലാസം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വെറും 43 വയസ്സിനുള്ളിലായിരുന്നു അത്. അതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡുകൾ പലത് നേടിക്കഴിഞ്ഞിരുന്നു. അതല്ലാത്ത നാടകങ്ങളും കേരളത്തിലുടനീളം സൂപ്പർ ഹിറ്റുകളായി നൂറുകണക്കിന് വേദികളിൽ കളിച്ചുകൊണ്ടിരുന്നു. ട്രൂപ്പ് തുടങ്ങുന്നതിന് മുൻപ് നടനെന്നുള്ള നിലയിൽ അദ്ദേഹം സഹകരിച്ചിരുന്ന മറ്റ് ട്രൂപ്പുകളുടെ നാടകങ്ങളും വലിയ വിജയങ്ങൾ നേടിയവയായിരുന്നു. ഒടുവിൽ കേരള നാടകരംഗത്തെ ഇതിഹാസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന NN പിള്ളയുടെ സുപ്രസിദ്ധമായ നാടകങ്ങൾ വീണ്ടും രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് നാടകരംഗത്ത് ഒരു പുതിയ വിപ്ലവത്തിന് തിരികൊളുത്തി അത് നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അകാല ദേഹവിയോഗം സംഭവിച്ചത്. നടനെന്നുള്ള നിലയ്ക്കും നാടക ട്രൂപ്പ് ഉടമ എന്നുള്ള നിലയ്ക്കും വലിയ ദർശനങ്ങളും സ്വപ്നങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഔസേപ്പച്ചൻ. അതുകൊണ്ട് തന്നെ 43-ാമത്തെ വയസ്സിലെ അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ വീടിനോ നാടിനോ മാത്രമല്ല കേരള നാടക രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ് വരുത്തിയത് എന്ന് 30 വർഷത്തിന് ശേഷം തിരിഞ്ഞു നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. നാടകരംഗത്തു നിന്നുള്ള കലാകാരന്മാർ 45, 50, 60 വയസ്സിനൊക്കെ ശേഷം സിനിമയിലും മറ്റ് രംഗങ്ങളിലും അവരുടെ കഴിവ് അതിൻ്റെ പൂർണ്ണതയിൽ തെളിയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഔസേപ്പച്ചൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ വർഷവും ആ ദുഃഖം അധികരിച്ച് വരുന്നതല്ലാതെ ഒട്ടും തന്നെ കുറയുന്നില്ല. തിരുവടിക്കുന്ന് ഫാസ്ക് ക്ലബിന് വേണ്ടിയിട്ട് ഞങ്ങളതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡ് നേടിയ വീരശൃംഖല എന്ന നാടകം തികച്ചും സൗജന്യമായി അദ്ദേഹം ഇവിടെ വന്ന് അവതരിപ്പിച്ചത് ഞങ്ങൾ ഓർക്കുകയാണ്. ക്ലബിന് വേണ്ടി മാത്രമല്ല പള്ളിക്ക് വേണ്ടിയും എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ സൗജന്യ നിരക്കിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാറുള്ളത് നാടിനോടും നാട്ടുകാരോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും തെളിവായിരുന്നു. അതെല്ലാം വലിയ കൃതജ്ഞതാബോധത്തോടു കൂടി മാത്രമേ നമുക്കിന്ന് ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അങ്കമാലി നാടകനിലയം ഔസേപ്പച്ചൻ ചേട്ടൻ എൻ്റെ ബന്ധത്തിലെ ചേട്ടൻ തന്നെയാണ്. മരിച്ചിട്ട് ഈ 19-ാം തീയതി 30 വർഷം തികയും. ഞങ്ങൾ തമ്മിലൊരു 20 വയസ്സിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ട്. ഞാനൊരു 14 വയസ്സുള്ളപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിട്ടാണ് പുള്ളി മരിക്കുന്നത്. പക്ഷേ ഈ ഔസേപ്പച്ചൻ ചേട്ടൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും എൻ്റെയും ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് ഒന്ന് തന്നെയാണ്, കുഞ്ഞിപ്പാലോയ അന്നവും. ഇവിടെയും കുഞ്ഞിപ്പാലോയ അന്നവും. ഈ അമ്മമാർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അമ്മയുടെ കൂട്ടത്തിൽ പല പ്രാവശ്യം ഔസേപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഔസേപ്പച്ചൻ ചേട്ടൻ പുതിയ വീട് പണിതപ്പോൾ ആ വീടിന് ഒരു സ്പെഷ്യൽ മുദ്രയുണ്ടായിരുന്നു. നിറപറയും നിലവിളക്കും ഇല്ലാണ്ട് ആ വീടിൻ്റെ അകത്തളം ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നമ്മൾ കയറി ചെല്ലുന്ന മുറിയിൽ നിറപറയും നിലവിളക്കും ഉണ്ടാകും. കത്തിച്ച് വെച്ച തിരി ഫോമ ചേച്ചി അതൊരിക്കലും കെടുത്തിയിട്ടില്ലായിരുന്നു ഞാൻ അവസാനത്തെ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോഴും. അപ്പം അത്രയൊരു സൗന്ദര്യമുള്ള ഒരു ഓർമ്മ സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ് ഔസേപ്പച്ചൻ ചേട്ടൻ്റേത്. അത് കഴിഞ്ഞ് ഔസേപ്പച്ചൻ്റെ മകളുടെ ആദ്യ കുർബാന സ്വീകരണം എൻ്റെ പട്ടത്തിന് ഒപ്പം ഒക്കെ ആയിരുന്നപ്പോൾ അതൊരു വലിയൊരു കുളിരുള്ള ഓർമ്മയായിട്ട് ആ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഞാനിപ്പോഴും. ഔസേപ്പച്ചൻ ചേട്ടൻ്റെ നാടക ജീവിതത്തിനെ കുറിച്ച് എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മ ചങ്ങനാശ്ശേരി ഗീത തിയേറ്റേഴ്സിൻ്റെ ഗാഥ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു നാടകത്തിലാണെന്ന് തോന്നുന്നു ഒരു
ഒരു രാമൻകുട്ടി, റേഷൻ കട രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നതായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ കൃത്യമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ആ റേഷൻ കട രാമൻകുട്ടി അവതരണം എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. ഇത് പറഞ്ഞു വന്നത്, ഞാൻ ഈ സെമിനാരിയിൽ ചേർന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും തെളിച്ചമുള്ള ഒരു പ്രതിഭ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനും ഉണ്ട് എന്ന്, എൻ്റെ കുടുംബത്തിനും അവകാശപ്പെടാനുണ്ടെന്നൊക്കെ അപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നാടകം കാണുമ്പോഴൊന്നും അതിൻ്റെ ഗാംഭീര്യം നമുക്കറിയില്ലായിരുന്നു. പിന്നീട് ആണ് ഒരു ജീവിതം മുഴുവൻ ഇങ്ങനെ കലയെ ഉപാസിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു. എത്രയോ തിയേറ്ററുകളിൽ, തിരുമുടക്കുന്നിലെ രസന, PJ തിയേറ്റേഴ്സ്, അങ്ങനെ തിലകൻ്റെയും NN പിള്ളയുടെയും കൂട്ടത്തിൽ തുടങ്ങിയ തിയേറ്റേഴ്സ്, മാനിഷാദ തിയേറ്റേഴ്സ്, അങ്കമാലിൽ നാടകനിലയം, എത്രയോ കലാവേദികളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. 42 വയസ്സിനകം ഇത്രയും വലിയ ഒരു ചരിത്രവും മുഖമുദ്രയും മായാത്ത ഒരു മുദ്ര പതിപ്പിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വിടവാങ്ങിയ ഔസേപ്പച്ചൻ ചേട്ടൻ്റെ ഈ ഓർമ്മയ്ക്ക് മുന്നിൽ എൻ്റെ ആദരാഞ്ജലികൾ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നമസ്കാരം. നാടകം എന്നുള്ള വാക്കിൻ്റെ കുട്ടിക്കാലത്തെ ആദ്യത്തെ ഓർമ്മ പോലും ഒരുപക്ഷെ ചെന്നെത്തുക ഔസേപ്പച്ചൻ എന്നുള്ള പേരിലായിരിക്കും. കാരണം നമ്മുടെ തിരുമുടുക്കുന്ന് ദേശത്ത് നാടകത്തിൻ്റെ ആവേശവും ഊർജവും നാടകത്തിൻ്റെ അരങ്ങും സജീവമാക്കിയ ഒരാളാണ് ഔസേപ്പച്ചൻ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺമുന്നിലുള്ള ഒരാളായിരുന്നു. കലാകാരൻ്റെ എല്ലാ രൂപഭാവങ്ങളോടുകൂടി നമ്മൾ കണ്ട ആദ്യത്തെ ആൾ ഒരുപക്ഷെ ഔസേപ്പച്ചനാണ്. നാടകം കൊണ്ടൊക്കെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കുന്ന കാലമാണ്. ഇന്നും ചോദിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ക്രൂരമായി ആളുകൾ ചോദിച്ചിരുന്ന ഒരു കാലമാണ്. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ നാടകത്തോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു, അഭിനയത്തോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ സഹപാഠിയായിരുന്നു ഔസേപ്പച്ചൻ ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അപ്പൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇടവേളകളിൽ അദ്ദേഹം മനോഹരമായിട്ട് വളരെ രസകരമായി അഭിനയിച്ച് കാണിക്കുന്ന രംഗങ്ങളെക്കുറിച്ച്, മാഷുമാരുടെ തല്ലുകൊണ്ടിട്ട് പോലും പലപ്പോഴും അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന രംഗങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുമയുടെ അച്ഛൻ കൂടിയായിരുന്നു ഔസേപ്പച്ചൻ. അപ്പോൾ ഞങ്ങളെപ്പോഴും കലയെക്കുറിച്ചും അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കലുണ്ട്. ഒരുപക്ഷെ കലാഭവൻ എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ സമയത്താണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ നാടകമാണ്. അന്ന് നാടകം കാണാൻ നമുക്ക് മറ്റ് സൗകര്യങ്ങളും കുറവാണ്. അപ്പോൾ പെരുന്നാൾ പൂർത്തിയാവുന്നത് തന്നെ നാടകം കണ്ടിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിരുമുടിക്കുന്നിലെ പെരുന്നാളിനുണ്ടായിരുന്ന നാടകങ്ങൾ കാണാൻ വേണ്ടി വളരെ ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ വന്നിരുന്നു. കാരണം മികച്ച നിലവാരത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളാണ് അന്ന് നമ്മുടെ നാട്ടിൽ കളിച്ചിരുന്നത്. അപ്പോൾ അത്രയും മികച്ച നാടകങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് ഔസേപ്പച്ചൻ. കലയെ സ്നേഹിക്കാനും കലയുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് നാട്ടുകാരെ കൂട്ടിച്ചേർക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ വീട്ടിലെ മുതിർന്നവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അക്കൽദാമ എന്ന് പറഞ്ഞ നാടകത്തിൽ ഔസേപ്പച്ചനും ഒരു VP ജോസഫോ അങ്ങനെ ഒരു കൂട്ടുകാരനൊക്കെ അഭിനയിച്ചതും വളരെ ഉഗ്രൻ പ്രകടനത്തിൽ ആളുകളൊക്കെ കൈയടിച്ചതിനെ കുറിച്ചൊക്കെ എൻ്റെ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തിരുമുടിക്കുന്നിലൊരു നാടകസമിതി, രസന തിയേറ്റേഴ്സ്, അത് ഔസേപ്പച്ചൻ ഉണ്ടാക്കിയതാണ്. ഒരുപക്ഷെ അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതായിരിക്കും ഒരു പ്രചോദനം എന്ന് തോന്നുന്നു, പിന്നീട് കേരളത്തിലെ ഏറ്റവും സവിശേഷ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ സജീവമായിട്ടുള്ള പാരമ്പര്യമുള്ള അങ്കമാലി നാടക നിലയത്തിലേക്ക് ഒരു പ്രൊഫഷണൽ സമിതി രൂപീകരിക്കുന്നത് ഔസേപ്പച്ചനും കൂട്ടുകാരും ചേർന്നിട്ടാണ്. അങ്കമാലി നാടക സമിതിയുടെ നാടകങ്ങൾ കേരളത്തിൽ വളരെയധികം ജനപ്രിയമായിരുന്നു. സ്വർഗം തുറക്കുന്ന സമയം, രക്ഷകൻ, മാന്ത്രിക പൂച്ച, പരോള്, ഇങ്ങനെ കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ കളിച്ചിട്ടുണ്ട് അങ്കമാലി നാടക സമിതിയുടെ നാടകങ്ങൾ. ബാലൻ അയ്യമ്പിള്ളി അദ്ദേഹം എഴുതിയിട്ടുള്ള വീരശൃംഖല എന്ന് പറയുന്ന നാടകം ആ വർഷത്തെ സംസ്ഥാന അവാർഡ്, മികച്ച പ്രൊഫഷണൽ നാടകത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു നാടകം യന്ത്രപ്പാവ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, അതും സംസ്ഥാന അവാർഡ് 2ാം സ്ഥാനമോ മറ്റോ നേടിയിട്ടുള്ള നാടകമാണ്. അപ്പോൾ അങ്ങനെ മികച്ച നിലവാരത്തിലുള്ള നാടകങ്ങളാണ് സമിതി അവതരിപ്പിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് NN പിള്ളയുടെ ക്രോസ് ബെൽറ്റ്, ആ നാടകം നിറഞ്ഞ കയ്യടികളോട് കൂടിയിട്ടാണ് നമ്മുടെ സദസ്സ് അന്ന് ഇവിടെ സ്വീകരിച്ചത്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലൊക്കെ ക്രോസ് ബെൽറ്റ് സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ നാടകമായിരുന്നു.
ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര പോലും എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ക്രോസ് ബെൽറ്റ് അവതരിപ്പിക്കാനുള്ള യാത്രയ്ക്ക് ആ ഇടയിലാണ് അദ്ദേഹത്തിന് യാത്രാമധ്യേ അസ്വസ്ഥത ഉണ്ടാകുന്നതും അദ്ദേഹം നമ്മളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് വേർപെട്ടു പോകുന്നതും. വളരെ ചെറിയ ഒരു പ്രായമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ചെയ്ത സംഭാവനകൾ ആലോചിച്ചാൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കലയെ സ്നേഹിക്കുന്നവരുണ്ടാവാം, കല ഒരു വിനോദമായി കാണുന്നവരുണ്ടാവാം, ജീവിത ഉപാധിയായിട്ട് കാണുന്നവരുണ്ടാവാം. പക്ഷെ കലയെ ഒരു സർഗാത്മക പ്രവർത്തനമായിട്ട്, നാടകത്തെ ഒരു സർഗാത്മക പ്രവർത്തനമായിട്ട് ജീവിതത്തിലുടനീളം ആവേശത്തോടെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമിതിയും ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നാടകത്തിൻ്റെ ചരിത്രത്തിൽ, മലയാള നാടക ചരിത്രത്തിൽ, പ്രൊഫഷണൽ നാടക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്ന് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ഒരു കലാകാരൻ അടിസ്ഥാനപരമായിട്ട് നീതി പുലർത്തേണ്ടത് എന്തിനോടാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ സബര്യ കൊണ്ടും തെളിയിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഔസേപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.